വേൾഡ് ക്വാളിറ്റി ഡേയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മുടെ സംവാദം. ഏതൊരു ഉൽപ്പന്നത്തിനും സേവനത്തിനും ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാകണം എന്ന് ഒരു നിർബന്ധം ഇന്നത്തെ കാലത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇന്ന് ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യം, ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അതൊരു സേവനമാണ്. ആ സേവനത്തിന് ക്വാളിറ്റി, ഒരു മിനിമം ക്വാളിറ്റി നിശ്ചയിക്കുന്നതിനായിട്ട് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്നൊരു സ്ഥാപനം, QCIയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെ ഇന്ന് നമുക്ക് ഇന്ത്യയിലുണ്ട്. ആ വളരെയധികം കാര്യങ്ങൾ ഹെൽത്ത് കെയറിൽ, ഒരു ഹോസ്പിറ്റലിൽ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച് പല സ്റ്റാൻഡേർഡ്സ് തന്നെ നമ്മൾ NABH നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. NABH അക്രഡിറ്റേഷൻ ഇന്ന് വളരെ അഭികാമ്യമായ ഒരു പ്രോസസ്സായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ മിക്ക ആശുപത്രികളും അതുപോലെ തന്നെ ലാബറട്ടറികളും ഇന്ന് അക്രഡിറ്റേഷന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അക്രഡിറ്റേഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് ആ മിനിമം സ്റ്റാൻഡേർഡ് അഷ്യൂർ ചെയ്യാനാണ് ഈ അക്രഡിറ്റേഷൻ്റെ ആവശ്യകത. പക്ഷേ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതൊരു അക്രഡിറ്റേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അക്രഡിറ്റേഷൻ ഒരു തുടക്കം മാത്രമേ ആവുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ക്വാളിറ്റി എത്രയും ഉന്നത നിലവാരത്തിലെത്തിക്കാമോ അത്രയും ഉന്നത നിലവാരത്തിലെത്തിക്കാനാണ് ഹോസ്പിറ്റലുകളും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും പരിശ്രമിക്കേണ്ടത്. ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സായിട്ട് മാത്രമേ ഏതൊരു ഹോസ്പിറ്റലും കാണാവൂ. കാലത്തിൻ്റെ പുരോഗതി അനുസരിച്ച്, പിന്നെ എക്യുപ്മെൻറ്റ്സിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച്, അതുപോലെ തന്നെ പുതിയ ടെക്നോളജി വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ക്വാളിറ്റിയിലും വ്യത്യാസങ്ങൾ വരാം. അത് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഓൺഗോയിങ് പ്രോസസ്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും, എല്ലാ സേവന മേഖലകളിലും ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. ഇതിനാണ് ഒരു ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അതുപോലെ ബാക്കി എല്ലാ ജീവനക്കാരും എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണുള്ളത് സേവനം ഏറ്റവും മികവുറ്റതാക്കാൻ. അതിനുവേണ്ടി ഒരു പരിശ്രമം ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇത് ആശുപത്രികളിലെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായി മാറാൻ പാടില്ല. കാരണം പേഷ്യൻസിന്, രോഗികൾക്ക്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് അവർക്ക് പല ആശങ്കകളും വ്യാകുലതകളുമൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ച് ഒരു മിനിമം ഗ്യാരണ്ടി സേവനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്ത് പ്രതീക്ഷിക്കാം, എന്താണ് ഒരു മിനിമം ക്വാളിറ്റി നമുക്ക് ലഭ്യമാകുന്നത് എന്നതിനെക്കുറിച്ച് ആ അക്രഡിറ്റേഷൻ്റെയും അതിനപ്പുറം സേവനം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം, എന്തൊക്കെ കിട്ടാം എന്ന് പേഷ്യൻസിനും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും ഒരു കൃത്യമായ ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യം നൽകേണ്ടത് ആശുപത്രി രംഗത്തെ പ്രവർത്തകരുടെ കടമയാണ്. അതുപോലെ തന്നെ ഇതിനോട് കണക്റ്റഡായിട്ട് ഒരു ആശുപത്രി ചികിത്സയ്ക്കുള്ള കേന്ദ്രമാണ്. അതൊരു ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലമായി മാറാൻ പാടില്ല. അപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോളും ക്വാളിറ്റിയുടെ തന്നെ ഒരു ഭാഗമായിട്ട് വരുന്നു. അമേരിക്കയിലും അതുപോലെ വികസിത രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളിലും പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്, ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സയ്ക്കിടയിൽ ഇൻഫെക്ഷൻ കൊണ്ട് നടക്കുന്ന മരണങ്ങൾ, സംഭവിക്കുന്ന മരണങ്ങൾ വളരെ വലുതാണെന്നുള്ളത്. ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ കണക്കുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും വളരെ വ്യക്തമായ പ്രോട്ടോക്കോൾസും വളരെ വ്യക്തമായ
ഇൻസ്ട്രക്ഷൻസും ക്വാളിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ക്വാളിറ്റി ഡേ പോലെയുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസിൻ്റെ ആഹ്വാനം അനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ ഈ വക കാര്യങ്ങളൊരു പുനർചിന്തനം, ഒരു ആത്മപരിശോധന, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും കൂടെയുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇന്നത്തെ ഈ ക്വാളിറ്റി ഡേ അതൊരു കംപ്ലയൻസ് ടു പെർഫോമൻസ് എന്നൊരു തീമാണ് ഈ വർഷത്തെ തീം. അത് വളരെ അർത്ഥവത്താണ്. കംപ്ലയൻസ്, അതായത് അക്രഡിറ്റേഷൻ മാത്രം നോക്കിയാൽ പോരാ, പെർഫോമൻസ്, അതിൽ ക്വാളിറ്റിയുടെ പ്രാധാന്യം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു നല്ല ക്വാളിറ്റി ദിനം ഞാൻ ആശംസിക്കുന്നു. ക്വാളിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധം ഇനിയും കൂടുതൽ വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.